റെയിൽവേ റിലേറ്റ് ചെയ്ത ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ് റെയിൽവേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിന്റെ 95,000 പുതിയ വേക്കൻസീസ് റെയിൽവേ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോവാം. വെൽക്കം ടു ഇലക്ട്രിക്കൽ ഏജൻസി. അപ്പൊ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ 95,000 പുതിയ വേക്കൻസീസ് എന്നുള്ള രീതിയിലാണ്. അതിപ്പോ എല്ലാവരും എന്ത് ചെയ്യാം, ഇതിനെ ന്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മേഡീസി ആവട്ടെ, അല്ലെങ്കിൽ ഗേറ്റ് വാല ആവട്ടെ, എല്ലാവരും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏസ് പണ്ടത്തെ ഹൈദരാബാദുള്ള ഏസ് കോച്ചിങ് സെന്റേഴ്സ് ആവട്ടെ, എല്ലാവരും എന്ത് ചെയ്യും, അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 95,000 പുതിയ വേക്കൻസീസ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് നമ്മൾ ഏറ്റവും പുറത്തു വിട്ടേക്കുന്ന എയർ ന്യൂസ് അലേർട്സ് ആണ്. നിങ്ങൾക്ക് എയർ ന്യൂസ് അലേർട്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മളെ പണ്ടത്തെ ആകാശവാണി ന്യൂസ് തന്നെയാണ്, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തന്നെയാണ്. അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അശ്വിനി വൈഷ്ണവിനെ ടാഗ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്താ, ആകാശവാണി പരിവാറിന് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ന്യൂസ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവർ തന്നെയാണ് ഇത് പുറത്ത് വിട്ടേക്കുന്നത്. അതായത് റെയിൽവേ മിനിസ്റ്റർ പുള്ളിക്കാരനെ ടാഗ് ചെയ്ത്, അശ്വിനി വൈഷ്ണവിനെ ടാഗ് ചെയ്തിട്ടാണ് പറഞ്ഞത്. സേസ് 95,000 ന്യൂ വേക്കൻസീസ് വിൽ ബി കംപ്ലീറ്റഡ് സൂൺ ഇൻ റെയിൽവേ. ടോക്കിംഗ് ടു മീഡിയ പേഴ്സൺസ് ഇൻ ബെറ്റിയ ജംഗ്ഷൻ ഇൻ ബീഹാർ, യൂണിയൻ മിനിസ്റ്റർ says these new jobs will be additional to the recently held 1.5 lakh railway recruitments in the country. Recently held 1.5 lakh 1.5 lakh റെയിൽവേ റിക്രൂട്ട്മെന്റ്സ് ഇൻ ദി കൺട്രി. 95,000 പുതിയ വേക്കൻസീസ് എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. അപ്പോ ഇതിലിപ്പം 1.5 ലക്ഷത്തിന് പുറമെ 95,000 എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ 95,000 എന്ന് പറയുന്നത് ആഹ്, എങ്ങനെയാണ് ഇവര് ഫില്ല് ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്രാവശ്യത്തെ ഇതിൽ തന്നെയാണോ, അല്ലെങ്കിൽ ഇതിലിപ്പോ 95,000 എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞ പോലെ എല്ലാത്തിന്റെയും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ്. ഇപ്പം ALP, JE, ടെക്നീഷ്യൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് 95,000 എന്നുള്ള രീതിയിൽ പറഞ്ഞത്. എന്നാൽ അതൊരു നല്ലൊരു വേക്കൻസി തന്നെയാണ്. അപ്പൊ 95,000 എന്നുള്ളത് 2024 വിളിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെയാണോ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് അറിയാനുണ്ട്. അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇപ്പം ALPയുടെ കേസിൽ ഇപ്പം വിളിച്ചേക്കുന്നത് 18,799 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചേക്കുന്നത്. ടെക്നീഷ്യൻ ആണെങ്കിലോ ടെക്നീഷ്യൻ എത്രയായിരുന്നു? 14,298. JE ആണെങ്കിലോ 7,951. RPF ആണെങ്കിൽ 4,660. ഗ്രൂപ്പ് ഡി 32,438. ടീച്ചിങ് കാറ്റഗറി അങ്ങനെ കുറച്ച് വിളിച്ചിട്ടുണ്ടാവില്ല, എത്ര 1,000 സംതിങ്. NTPC ഗ്രാജുവേറ്റ് ഇടം 8,113. അണ്ടർ ഗ്രാജുവേറ്റ് 3,445. പാരാമെഡിക്കൽ 1,376. ഇതെല്ലാം കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, 92,116 വേക്കൻസീസ് ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ഈ 92,000 അല്ലാതെ ടോട്ടൽ 1.5 ലാക്ക് എന്ന രീതിയിലാണ് പറഞ്ഞത്. ആ 1.5 ലാക്കിൽ 92,000 ആണ്. 92,000ത്തിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നമുക്കിപ്പോ അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, 1.5 ലാക്ക് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ. അപ്പൊ 92,000ത്തിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് കൂടാണ്ട്, ഈ 1.5 ലാക്ക് കൂടാണ്ടാണ് 95,000 എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, റെയിൽവേ മിനിസ്റ്റർ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, റെയിൽവേ സർവീസ് ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കൊക്കെ മുന്നേ നമ്മള് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ വരെയായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെന്ത് ചെയ്തു, UPSCയുടെ സിവിൽ സർവീസിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, അതുവഴി IRMS വഴി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും എന്താ, അത് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ വഴി തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. 2025-ലല്ല, 2026 തൊട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോറി, 2025 തൊട്ട്. 2024 കഴിഞ്ഞ 2025 തൊട്ടിന് എന്താ IRMS എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ വഴിയാണ് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതടക്കമാണ് 95,000 എന്ന രീതിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്നിരുന്നാലും നമുക്ക് അംഗീകരിക്കാവുന്ന സോഴ്സ് തന്നെയാണ് ന്യൂസ് വന്നേക്കുന്നത്. 95,000 പുതിയ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിൽ. ഓക്കെ, ഇൻ അഡീഷൻ ടു ദി 1.5 ലാക്ക്. ഓക്കെ, സേസ് 95,000 ന്യൂ വേക്കൻസീസ് വിൽ ബി കംപ്ലീറ്റഡ് സൂൺ ഇൻ റെയിൽവേ. ഓക്കെ, അപ്പോ അതെങ്ങനെയാണ്, എപ്പോഴാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ക്ലാരിറ്റി കുറവുണ്ട്. എനിവേ, നല്ലൊരു അനൗൺസ്മെന്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.